സംസ്ഥാനത്ത് ബി.ജെ.പി. ആകെ വെള്ളം കുടിക്കുകയാണ്. തിരുവനന്തപുരം നഗരസഭയിലാണെങ്കിൽ അതിനേക്കാൾ ഭീകരമായ വെള്ളം കുടിയാണ്. ആ വെള്ളം കുടി എന്ന് പറഞ്ഞാൽ സുഗതൻ എന്ന കാപ്പ കേസ് പ്രതി, കൊലക്കേസ് പ്രതി, ഒളിവിൽ ഇരുന്ന കൊലക്കേസ് പ്രതിയെ പോലീസ് പിടിച്ചതും അയാൾ കാപ്പ കേസിൽ അകത്തായതും കരുതൽ തടങ്കലിലായതുമൊക്കെ നമുക്ക് എല്ലാവർക്കും അറിയാം. ഇത് പറയുമ്പോൾ താഴെ വന്ന് ഇങ്ങനെ എന്താണ് സംഘപരിവാർ ശക്തികളൊക്കെ വന്ന് എൻ്റെ വീട്ടുകാരെയും എന്നെയും ഇങ്ങനെ തെറി വിളിച്ചുകൊണ്ടേയിരിക്കുകയാണ്. ഞാൻ ഒരു ചെറിയ ചോദ്യം ചോദിച്ചിട്ട് ഈ സുഗതൻ്റെ സത്യപ്രതിജ്ഞയിലേക്ക് കടക്കാം. ഞാനൊരു ചെറിയ ചോദ്യം ചോദിക്കുകയാണ്. ബി.ജെ.പിയുടെ ഫണ്ട് വിവാദം, തെരഞ്ഞെടുപ്പ് ഫണ്ട് വെട്ടിച്ച സംഭവം ഈ പറയുന്ന സംഘി അണികൾക്ക് അല്ലെങ്കിൽ സംഘപരിവാർ അണികൾക്ക് ഇഷ്ടമുള്ളതാണ്. അവരുടെ ആത്മാഭിമാനത്തിനും അത് കേടായിട്ടില്ലേ? നിങ്ങളുടെ പാർട്ടിയിൽ നിങ്ങളുടെ മുതിർന്ന നേതാക്കളൊക്കെ തന്നെയല്ലേ ഈ തട്ടിപ്പ് നടത്തിയത്? സൗജന്യമായി കേന്ദ്ര ബി.ജെ.പി. നൽകിയ കൊടി തോരണങ്ങൾ പോലും വിലയ്ക്ക് വിറ്റ് കോടിക്കണക്കിന് രൂപയുടെ അഴിമതി കാണിച്ചതല്ലേ ഈ ബി.ജെ.പി. അപ്പോൾ ആ ബി.ജെ.പിയിലെ തിരുത്തുകൾ, ആ വാർത്ത എവിടെ നിന്നാണ് വന്നത്? പുറത്തു വന്നത് എവിടെ നിന്നാണ്? ബി.ജെ.പിക്ക് അകത്തു നിന്ന് തന്നെ ഈ പ്രസ്ഥാനം തകർന്നു പോകരുത്, ഈ പ്രസ്ഥാനം ചൊവ്വുനിരപ്പുമുള്ള പ്രസ്ഥാനമായിരിക്കണമെന്ന് ആഗ്രഹമുള്ള നേതാക്കൾ തന്നെയല്ലേ ആ പരാതി കത്തുമൊക്കെ പുറത്ത് കൊടുത്തത്? ആ വാർത്തകൾ റിപ്പോർട്ട് ചെയ്തത് ശ്രീലാപിള്ളയല്ലേ? ശ്രീലാപിള്ള എൻ്റെ സുഹൃത്താണ്, നല്ല സുഹൃത്താണ്. ശ്രീലാപിള്ള ഒരു ബി.ജെ.പി. ലോയലാണ്. ബി.ജെ.പി. മെമ്പർഷിപ്പ് ഉണ്ടോ എന്ന് എനിക്കറിയില്ല. പക്ഷേ ബി.ജെ.പിയുടെ രാഷ്ട്രീയ നിലപാടുകൾ ശരിയെന്ന് കരുതുന്ന ഒരു മാധ്യമപ്രവർത്തകയാണ് ശ്രീലാപിള്ള എന്ന് എനിക്ക് നന്നായി അറിയാം. അതുപോലെ സംഘപരിവാർ സംഘപരിവാറിൻ്റെ ആദർശങ്ങളോടും അവർക്ക് വിമുഖതയില്ല. പക്ഷേ അവർ ധീരമല്ലേ ആ റിപ്പോർട്ട് പുറത്തുവിട്ടത്? എന്തിനായിരിക്കും ആ റിപ്പോർട്ട് അങ്ങനെ ഒരു ബി.ജെ.പി. ലോയലായ ആൾ തന്നെ പുറത്തുവിടുന്നത്? അവർക്ക് പാർട്ടി നല്ല രീതിയിൽ നടക്കണമെന്ന ആഗ്രഹമുണ്ട്. അവർ വിശ്വസിക്കുന്ന പാർട്ടി നല്ലതായിരിക്കണം, സുതാര്യമായിരിക്കണം എന്ന് ആഗ്രഹം അവർക്കുള്ളത് കൊണ്ടാണ് അവർ ആ വാർത്ത പുറത്തുവിട്ടത്. അവരെയും കടന്നാക്രമിക്കുന്നുണ്ട് ആളുകൾ. പിന്നെ എൻ്റെ കാര്യം പറയാണ്ടുണ്ടോ? ഞാൻ പറയുന്നത് ഇത്രയേ ഉള്ളൂ. തിരുവനന്തപുരം നഗരസഭയിൽ പ്രതിപക്ഷത്ത് വളരെ ആളുകൾ കുറവാണ്. ഭരണമുന്നണിയിലുള്ള ബി.ജെ.പി. ആണെങ്കിൽ ഭരിച്ചു പോകുന്നത് രാധാകൃഷ്ണൻ എന്ന് പറയുന്ന സ്വതന്ത്രൻ്റെ ഒരൊറ്റ മിടുക്ക് കൊണ്ടും ഒരൊറ്റ സീറ്റ് കൊണ്ടുമാണ് നിന്നു പോകുന്നത്. അപ്പോൾ സുഗതന് സത്യപ്രതിജ്ഞ ചെയ്യാൻ കഴിയാതെ പോയി കഴിഞ്ഞാൽ നഗരസഭയുടെ ഭരണം പ്രതിസന്ധിയിലാകുമെന്ന് ഏവർക്കും അറിയാം. അത് ജനാധിപത്യത്തിന് ഒരു വലിയ കളങ്കമാകും, അല്ലെങ്കിൽ വോട്ട് ചെയ്ത് വിജയിപ്പിച്ചതല്ലേ എന്നൊക്കെ തോന്നാം. അതുകൊണ്ടാണ് കോടതി ജയിലിൽ വെച്ച് സത്യപ്രതിജ്ഞ, ഇത് കേരള ചരിത്രത്തിൽ ആദ്യമായിട്ടാണ് ജയിലിൽ വെച്ച് ഒരു ജനപ്രതിനിധി സത്യപ്രതിജ്ഞ ചെയ്യുന്നത്. അതും ഹൈക്കോടതി ആദ്യം ഇയാളുടെ സത്യപ്രതിജ്ഞയൊക്കെ അസാധുവാക്കി പ്രഖ്യാപിച്ചു. അടുത്ത സമയപരിധിക്ക് മുന്നിൽ സത്യപ്രതിജ്ഞ ചെയ്യണം. പക്ഷേ സുഗതന് ജയിലിൽ നിന്ന് പുറത്തുവിടാൻ നിയമം അനുവദിക്കാത്തത് കൊണ്ട് സുഗതന് ജയിലിൽ വെച്ച്, വിയ്യൂർ സെൻട്രൽ ജയിലിൽ വെച്ച് സത്യപ്രതിജ്ഞ ചെയ്യാനുള്ള അനുമതി കോടതി നൽകി. അത് കോടതി നടപടിയാണ്. പക്ഷേ അവിടെ സത്യപ്രതിജ്ഞയ്ക്കുള്ള അനുമതി കോടതി നൽകുമ്പോൾ പ്രോസിക്യൂഷൻ ഭാഗത്ത് സർക്കാരിൻ്റെ അഭിഭാഷകരുണ്ടായിരുന്നു. യു ഡി എഫിലെ കെ.എസ്. ശബരിനാഥൊക്കെയാണ് ഈ സുഗതനെ പുറത്താക്കണമെന്ന് ആവശ്യപ്പെട്ട് നഗരസഭയിൽ വലിയ പ്രസംഗങ്ങളും പ്രക്ഷോഭങ്ങൾക്കും നേതൃത്വം കൊടുത്തത്. CPM-ൻ്റെ SP ദീപക്കും സംഘവുമൊക്കെ ഒരു വശത്ത് സമരം ചെയ്യുന്നുണ്ട്. ശുദ്ധമായ പ്രതിപക്ഷം, അവർ സമരം ചെയ്യുന്നുണ്ട്. സുഗതനെ പുറത്താക്കുക എന്നൊക്കെ പറഞ്ഞ് അവരും സമരം ചെയ്യുന്നുണ്ട്. പക്ഷേ ഈ കെ.എസ്. ശബരിനാഥിൻ്റെ UDFൻ്റെ പ്രതിഷേധമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സംസ്ഥാനം ഭരിക്കുന്നത് UDF ആണ്. അപ്പോൾ ആ പ്രതിഷേധത്തിന് സംസ്ഥാന സർക്കാരിൻ്റെ തന്നെ ഒരു പിന്തുണ, അല്ലെങ്കിൽ സംസ്ഥാന സർക്കാരിന് നേതൃത്വം കൊടുക്കുന്ന കോൺഗ്രസ് നേതാക്കളുടെയൊക്കെ ഒരു പിന്തുണ സ്വാഭാവികമായും ശബരിനാഥൊക്കെ പ്രതീക്ഷിക്കും. പക്ഷേ നിർഭാഗ്യവശാൽ ഈ പ്രോസിക്യൂഷൻ അവിടെ കോടതിയിൽ സുഗതന് കേരളത്തിലാദ്യമായി ജയിലിൽ വെച്ച് സത്യപ്രതിജ്ഞ ചെയ്യാൻ അനുവാദം കൊടുക്കുമ്പോൾ ഈ പ്രോസിക്യൂഷൻ ഭാഗം മിണ്ടാതിരുന്നു. അതിന് ജയ് വിളിച്ചു, ഖോ വിളിച്ച് മിണ്ടാതിരുന്നു എന്നാണ് വിമർശനം. ചുരുക്കത്തിൽ സർക്കാർ സുഗതനെ സത്യപ്രതിജ്ഞ ചെയ്യാൻ, വി ഡി സതീശൻ മുഖ്യമന്ത്രിയായിരിക്കുന്ന സർക്കാർ ഈ കോടതിയിൽ വെച്ച് സത്യപ്രതിജ്ഞ ചെയ്ത് സുഗതൻ കൗൺസിലറായി കഴിഞ്ഞാൽ ബി.ജെ.പിയുടെ ഭരണത്തിന് പ്രതിസന്ധി ഒന്നും ഉണ്ടാകില്ല എന്ന ഉറപ്പ് നൽകുകയായിരുന്നില്ലേ എന്ന സംശയം എനിക്കും നിങ്ങൾക്കും ഉണ്ടാകാം. ആ സ്വാഭാവികമായ സംശയമാണ് ഞാൻ പറയുന്നത്, അല്ലാതെ മറ്റൊന്നുമല്ല. എന്നെ തെറി വിളിക്കുകയൊന്നും വേണ്ട. അപ്പോൾ സ്വാഭാവികമായ സംശയമാണ്. സർക്കാർ അവരെ പിന്തുണയ്ക്കുകയല്ലേ ചെയ്തത്? കെ.എസ്. ശബരിനാഥനെയൊക്കെ വെറും ഏഴാം കൂലികളായി എക്സ്പേർട്ട് ആയിട്ട് കണ്ട് അയാളെയൊക്കെ അപമാനിക്കുകയല്ലേ വി ഡി സതീശൻ്റെ സർക്കാരും അദ്ദേഹത്തിൻ്റെ പ്രോസിക്യൂഷനും ഒക്കെ ചെയ്തത് എന്ന് ന്യായമായും സംശയിക്കാം. ഇനി സുഗതൻ്റെ കാര്യം അങ്ങനെ സർക്കാർ ആനുകൂല്യത്തിൽ അങ്ങനെ ഒരു തീർപ്പ് കൽപ്പിക്കപ്പെട്ടു. ഇനി ഈ കോർപ്പറേഷൻ നടക്കുന്ന അഴിമതികളെക്കുറിച്ച് ആര് പറയും? നിങ്ങൾ പറയുമോ?
കോർപ്പറേഷനകത്ത് ഇവർ പറയും കല്യാണ മണ്ഡപം പിടിച്ചെടുത്തു, മറ്റേത് പിടിച്ചു, മറിച്ചത് പിടിച്ചു എല്ലാം പറയുന്നുണ്ട്. പക്ഷേ അതിനകത്ത് നടക്കുന്ന അഴിമതികൾ ഇനിയൊരു അന്വേഷണം വരട്ടെ. ഇപ്പോൾ ഈ 6 മാസം 7 മാസം കൊണ്ട് ഈ BJP ഭരണത്തിലുണ്ടായ അഴിമതികൾ എന്തൊക്കെയാണെന്ന് നിങ്ങളൊന്ന് അന്വേഷിച്ച് നോക്കൂ. അവിടെ പല പല കൊട്ടേഷനുകളും കൊടുക്കുന്നത് തന്നെ വലിയ തുകയ്ക്കൊക്കെയാണ്. എന്തിന് ഒരു മോട്ടോർ പമ്പ് വാങ്ങിയതിന് 75 ലക്ഷം രൂപ എന്ന് അവർ തന്നെ പരസ്യമായി പറഞ്ഞില്ലേ. നിങ്ങളൊന്ന് അന്വേഷിച്ച് നോക്കൂ. ഏതായാലും BJP തിരുവനന്തപുരം നഗരസഭ ഭരിക്കുമ്പോൾ ആ BJP ഭരണത്തിന് ഏറ്റവും കൂടുതൽ പിന്തുണ കൊടുക്കുന്നത് കോൺഗ്രസ് സർക്കാരാണ് എന്ന കാര്യത്തിൽ തർക്കമില്ല. അതാണ് തെളിഞ്ഞിരിക്കുന്നത് സുഗതൻ്റെ സത്യപ്രതിജ്ഞാ സംഭവം എതിർക്കാത്തതിലൂടെ.